ഹലോ മക്കളെ, എല്ലാ കൂട്ടുകാർക്കും ടെലാ ക്ലാസ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് എഡ്ഡി കറണ്ടിനെ പറ്റിയാണ്. എന്താണ് എഡ്ഡി കറണ്ട്? നമുക്കറിയാം, എപ്പോഴെങ്കിലും ഒരു കണ്ടക്ടർ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ ആണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു കണ്ടക്ടറുണ്ട്. ഇതൊരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടർ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ വരികയാണ്. ഇത് മാഗ്നറ്റിക് ഫീൽഡാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മുടെ ഈ കണ്ടക്ടർ എന്ത് ചെയ്യാണ്? ഇങ്ങോട്ട് വരികയാണ്, ഒരു വെലോസിറ്റിയിൽ വരികയാണ്. അങ്ങനെയെങ്കിൽ ഉറപ്പായും കണ്ടക്ടറിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യും. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് അഥവാ ചേഞ്ച് ഇൻ ഫ്ലക്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ചേഞ്ച് ഇൻ ഫ്ലക്സിൻ്റെ ഫലമായിട്ട് ഇതിൽ എന്ത് ഇൻഡ്യൂസ് ചെയ്യും? ഒരു ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റ് ചെയ്യും. ഇത് ആരെ പ്രൊവൈഡ് ചെയ്യും? കറണ്ടിനെ ഉണ്ടാക്കും. ഇത് ഇൻഡ്യൂസ്ഡ് കറണ്ടിനെ ക്രിയേറ്റ് ചെയ്യും. നമുക്ക് ഇത്രയും കാര്യം അറിയാം, ശരിയല്ലേ? അപ്പോൾ അതിനകത്ത് എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവും. നമ്മൾ ഈ കറണ്ടിനെ പറ്റിയാണ് പഠിക്കാൻ പോണത്. ഒരു കണ്ടക്ടറുണ്ട്. കണ്ടക്ടറിനെ ആണെങ്കിൽ ഞാൻ മൂവ് ചെയ്യിക്കാൻ പോവുകയാണ്. ഇങ്ങോട്ടാണ് മൂവ് ചെയ്യിക്കാൻ പോകുന്നത്? ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എന്ത് ചെയ്യാൻ പോവാണ്? ഈ കണ്ടക്ടറിനെ ഇങ്ങോട്ട് കയറ്റാൻ പോവുകയാണ്. അതിൻ്റെ ഫലമായിട്ട് കണ്ടക്ടറിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ചേഞ്ച് ഇൻ ഫ്ലക്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഈ ചേഞ്ച് ഇൻ ഫ്ലക്സ് ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMFനെ ഉണ്ടാക്കും. ഈ ഇൻഡ്യൂസ്ഡ് EMF ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിനെയും ഉണ്ടാക്കും. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്ക്, ഇവിടെ നമുക്ക് മനസ്സിലായി വെൻ എ കണ്ടക്ടർ. പക്ഷേ കണ്ടക്ടറിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണ്? അതൊരു മെറ്റൽ പ്ലേറ്റ് ആയിരിക്കാം, ഡിസ്ക് ആയിരിക്കാം, അതായത് ലാർജ് സർഫസ് ഏരിയ ഉള്ള ബോഡി ആയിരിക്കണം. കണ്ടക്ടർ എങ്ങനെ ആയിരിക്കണം? ലാർജ് സർഫസ് ഏരിയ ഉണ്ടാവണം. അങ്ങനെയുള്ള കണ്ടക്ടർ ആണെങ്കിൽ നമ്മൾ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ഉണ്ടോ, നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് അതിനെ കയറ്റാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ അതിൽ എന്ത് ഇൻഡ്യൂസ് ചെയ്യും? ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകും. പക്ഷേ ഈ കറണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? ലൂപ്പായിട്ട് സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഈ കറണ്ട് എങ്ങനെ ഉണ്ടാവണേ? അതിങ്ങനെ ക്ലോസ് ലൂപ്പായിട്ട് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഈ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് എഡ്ഡി കറണ്ട്. എന്താണ് എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത്? ഒരു കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടാണിത്. പക്ഷേ കണ്ടക്ടറിന് എന്തുണ്ട്? പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? കണ്ടക്ടറിന് വലിയ സർഫസ് ഏരിയ ഉണ്ടാവണം. വലിയ സർഫസ് ഏരിയ ഉള്ള കണ്ടക്ടറിനെ ആണെങ്കിൽ നമ്മൾ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പ്രവേശിപ്പിച്ച് കഴിഞ്ഞാൽ ഉറപ്പായും അതിലെന്ത് ആക്ട് ചെയ്യും? അതിലാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ത് ചെയ്യും? കിടന്ന് ക്ലോസ്ഡ് പാത്തിലൂടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെയെങ്കിൽ ഇത്തരം കറണ്ടിനെ വിളിക്കുന്ന പേരാണ് എഡ്ഡി കറണ്ട്. നമുക്കറിയാം, ഇൻഡ്യൂസ്ഡ് കറണ്ട് എപ്പോഴും ആരെ ഒപ്പോസ് ചെയ്യും? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യും, അല്ലെങ്കിൽ opposes the change in flux. ചേഞ്ച് ഇൻ ഫ്ലക്സിനെ ആരൊപ്പോസ് ചെയ്യും? ഇൻഡ്യൂസ്ഡ് കറണ്ട് ഒപ്പോസ് ചെയ്യും. അതുപോലെ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്തുണ്ടാക്കും? ധാരാളം കറണ്ടാണ്, ധാരാളം ഹീറ്റ് ഫോർമേഷൻ നടക്കും, ഹീറ്റ് ലോസ് ഉണ്ടാക്കും. മനസ്സിലായോ? ഈ എഡ്ഡി കറണ്ട്, ഈ ഇൻഡ്യൂസ്ഡ് കറണ്ടിന് രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്. ഏതൊക്കെയാണ്? അത് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ഇൻ ഫ്ലക്സിനെ എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും. അതുപോലെയാണെങ്കിൽ ഹീറ്റ് ലോസും ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് കേൾക്കാം, എന്താണ് എഡ്ഡി കറണ്ട്? വെൻ എ കണ്ടക്ടർ, ആ കണ്ടക്ടറിന് പ്രത്യേകതയുണ്ട്. അതെന്ന് പറയുന്നത് ഒരു മെറ്റൽ പ്ലേറ്റ് ആകാം, അല്ലെങ്കിൽ ഡിസ്ക് ആകാം. അതായത് ലാർജ് സർഫസ് ഏരിയയുള്ള കണ്ടക്ടർ ആണെങ്കിൽ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് ക്ലോസ്ഡ് ലൂപ്പിലൂടെ സർക്കുലേറ്റ് ചെയ്യും. ഇത്തരം കറണ്ടിനെ വിളിക്കുന്ന പേരാണ്, ഉണ്ടാകുന്ന കറണ്ട് എന്ത് ചെയ്യും? ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇത്തരം കറണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത്. ഇതാണ് എഡ്ഡി കറണ്ട്. എഡ്ഡി കറണ്ട് ഉറപ്പായിട്ടും, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉറപ്പായിട്ടും മോഷനെ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിനെ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? വിച്ച് ഒപ്പോസസ് ദ ചേഞ്ച് ഇൻ ഫ്ലക്സ്. അതുപോലെ കറണ്ട് ആയതുകൊണ്ട് അതെന്ത് ചെയ്യും? ഹീറ്റ് ലോസും ഉണ്ടാക്കും. ഓക്കെ ആണോ? ഇൻഡ്യൂസ്ഡ് കറണ്ട് ഹീറ്റ് ലോസിനെ ഉണ്ടാക്കും. അതുപോലെയാണെങ്കിൽ എന്ത് ചെയ്യും? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിനെ എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യും.
ശരി, അങ്ങനെയെങ്കിൽ ദീസ് ലൂപ്പ് കറൻറ്റ്സ് അഥവാ എഡ്ഡി കറൻറ്റ്സ് ഫോം സോ ആസ് ടു ഒപ്പോസ് ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. ഇതെന്ത് ചെയ്യും? ആ ലെൻസസ് ലോ വഴിയാണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ, ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യും. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും. നോക്ക്, ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണിത്. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്. ഇതുണ്ട്, ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്. ഇതൊരു ബാർ മാഗ്നറ്റാണ് കേട്ടോ. എൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്. സോ ഈ ബാർ മാഗ്നറ്റ് ആണെങ്കിൽ ഇതൊരു ബാർ മാഗ്നറ്റാണ്. ഉറപ്പായിട്ട് എന്ത് ചെയ്യും? ഇത് മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. എന്ത് ചെയ്യും മക്കളെ? മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഈ ബാർ മാഗ്നറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഞാൻ പറയുകയാണ്, ബി എന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് ഞാനാണെങ്കിൽ ഒരു മെറ്റൽ പ്ലേറ്റിനെ കൊണ്ടുവരാൻ പോവുകയാണ്. സോ ലാർജ് സർഫസ് ഏരിയ ഉള്ള, ഉണ്ടോ, വലിയ സർഫസ് ഏരിയ ഉള്ള ഒരു മെറ്റൽ പ്ലേറ്റിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവുകയാണ്, ഓസിലേറ്റ് ചെയ്യിക്കാൻ പോവുകയാണ്. സോ ഈ മെറ്റൽ പ്ലേറ്റ് ആണെങ്കിൽ ആടി ഇങ്ങോട്ട് വരികയാണ്, കണ്ടോ, ഇങ്ങോട്ട് വരികയാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഈ മെറ്റൽ പ്ലേറ്റിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ എന്തുണ്ടാവും? ഇങ്ങനെ ലൂപ്പായിട്ട് കിടന്ന് കറങ്ങുന്ന എഡി കറണ്ട് ഉണ്ടാവും. സോ ഈ എഡി കറണ്ട് എന്ത് ചെയ്യും? ഈ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡായ മോഷനാണ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്, ശരിയല്ലേ? ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. സോ ഈ എഡി കറണ്ട് ആണെങ്കിൽ ഈ മോഷനെ, ഇങ്ങോട്ടുള്ള മോഷനെ എന്ത് ചെയ്യും മക്കളെ? ഒപ്പോസ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഈ ഓസിലേറ്റ് ചെയ്യുന്ന ഈ പ്ലേറ്റ് പെൻഡുലം എന്ത് ചെയ്യും? അധികം ഓസിലേറ്റ് ചെയ്യില്ല, ഇവിടെ വന്ന് സ്റ്റോപ്പാകും. അതിൻ്റെ കാരണം എന്താണ്? ഈ എഡി കറണ്ട് എന്തിനെ ഒപ്പോസ് ചെയ്യും? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിനെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും. സോ അതിൻ്റെ ഫലമായിട്ട് നമ്മളുടെ ഈ പ്ലേറ്റ് എന്ത് ചെയ്യും മക്കളെ? ഇവിടെ വന്ന് സ്റ്റോപ്പാകും. മനസ്സിലായോ? സോ ഇത് എഡി കറണ്ടിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. സോ എഡി കറണ്ട് രണ്ട് പ്രധാന ആപ്ലിക്കേഷനാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒപ്പോസസ് ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. ഇതുകൊണ്ട് പലപ്പോഴും മോഷൻ സ്റ്റോപ്പാകും. സ്റ്റോപ്പ് മോഷൻ എന്ത് ചെയ്യും മക്കളെ? സ്റ്റോപ്പാകും. സോ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് അത് മോഷനെ സ്റ്റോപ്പ് ചെയ്യാൻ കാരണമാകും. അതുപോലെ ധാരാളം ഹീറ്റ് ലോസും ഉണ്ടാക്കും. ഇത് നമുക്ക് രണ്ടും ഉപയോഗമാണ്. മോഷനെ ഒപ്പോസ് ചെയ്യുന്നത് നമുക്ക് ആപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കാം, അതുപോലെ ഹീറ്റ് ലോസ് ഉണ്ടാക്കുന്നത് നമുക്ക് ആപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കാം. സോ എഡി കറണ്ടിൻ്റെ രണ്ട് ആപ്ലിക്കേഷനാണ്. ഒന്ന്, എപ്പോഴെങ്കിലും മോഷനെ സ്റ്റോപ്പ് ചെയ്യിക്കണമെങ്കിൽ നമുക്ക് എഡി കറണ്ട് യൂസ് ചെയ്യാം. അതുപോലെ ഹീറ്റ് ലോസ് ഉണ്ടാക്കണമെങ്കിലും അല്ലെങ്കിൽ ഹീറ്റ് ഉണ്ടാക്കണമെങ്കിലും എഡി കറണ്ട് യൂസ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷനെ പറ്റി കേൾക്കാം. ആപ്ലിക്കേഷനിൽ ഒന്നാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിംഗ്. മക്കളെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു മോഷനെ സ്റ്റോപ്പ് ചെയ്യിക്കണമെങ്കിൽ നമുക്ക് ആരെ ഉപയോഗിക്കാം? നമുക്ക് എഡി കറണ്ട് ഉപയോഗിക്കാം. സോ ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഷനെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഡാമ്പിംഗ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഗാൽവോമീറ്റർ, അതുപോലെയാണെങ്കിൽ പവർ മീറ്റർ അല്ലെങ്കിൽ എനർജി മീറ്റർ. ഗാൽവോമീറ്ററിലും എനർജി മീറ്ററിലും ഒക്കെ ആണെങ്കിൽ അതിൻ്റെ മോഷനെ ഒന്ന് ഡാമ്പ് ചെയ്യിക്കാൻ, സ്റ്റോപ്പ് ചെയ്യിക്കാൻ, അല്ലെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം? നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിംഗ് ഉപയോഗിക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിംഗ് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡാമ്പിംഗ് എന്ന് പറഞ്ഞാൽ മോഷനെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അത് ആര് ചെയ്യും? നമ്മളുടെ എഡി കറണ്ട് ആ ജോലി ചെയ്യും. അതുപോലെയാണെങ്കിൽ നമുക്കറിയാം എഡി കറണ്ടിന് ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ട്. അപ്പം ഇൻഡക്ഷൻ ഫർണസുകളിൽ നമുക്ക് ഉപയോഗിക്കാം? എഡി കറണ്ട് ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യാം. അതുപോലെ ട്രെയിനിൽ മാഗ്നറ്റിക് ബ്രേക്കിംഗ് നടത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ എഡി കറണ്ട് യൂസ് ചെയ്യാം. മോഷനെ സ്റ്റോപ്പ് ചെയ്യിക്കും എഡി കറണ്ട്. സോ മാഗ്നറ്റിക് ബ്രേക്കിങ്ങിന് വേണ്ടിയും നമ്മൾ എഡി കറണ്ടിനെ യൂസ് ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ മോഷനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഓരോ എക്യുപ്മെൻറ്റ്സാണ്. എഡി കറണ്ട് ഉപയോഗിച്ച് മോഷനെ സ്റ്റോപ്പ് ചെയ്യുന്ന എവിടെയൊക്കെയാണ്? പവർ മീറ്റർ അഥവാ എനർജി മീറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിസ്കിൻ്റെ റൊട്ടേഷനെ ആണെങ്കിൽ എഡി കറണ്ട് ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്യും. ഇനി എഡി കറണ്ട് എങ്ങനെ മിനിമൈസ് ചെയ്യും? എഡി കറണ്ട് നമുക്ക് എങ്ങനെ മിനിമൈസ് ചെയ്യാം? നോക്ക്, എഡി കറണ്ട് മിനിമൈസ് ചെയ്യാനുള്ള മാർഗങ്ങളാണ്. എഡി കറണ്ട് മിനിമൈസ് ചെയ്യണം. അതിനുള്ള മാർഗങ്ങളാണ്. ഒന്ന്,
കോർ ലാമിനേറ്റ് ചെയ്യണം. കോർ എന്ത് ചെയ്യണം മക്കളെ? ലാമിനേറ്റ് ചെയ്യണം. എന്താ കോറിൻ്റെ ലാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വലിയ സർഫസ് ഏരിയയാണ്. ഉണ്ടോ? അത്രയും വലിയ സർഫസ് ഏരിയ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? ഈ സർഫസിലാണ് ഈ എഡി കറണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ എഡി കറണ്ട് ഉണ്ടാവാൻ കാരണം ലാർജ് സർഫസ്. ഇതാണ് ആരെ ക്രിയേറ്റ് ചെയ്യുന്നത്? എഡി കറണ്ടിനെ ഉണ്ടാക്കുന്നത്. എന്നാൽ ഈ കറണ്ട് ആണെങ്കിൽ ഇങ്ങനെ ക്ലോസ്ഡ് പാത്തിലൂടെ കിടന്ന് സർക്കുലേറ്റ് ചെയ്യുകയുള്ളൂ. ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ലാർജ് സർഫസിനെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇല്ലാതാക്കും. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാനൊരു പ്ലേറ്റ് എടുത്തു. ആ പ്ലേറ്റിനെ ചെറിയ പീസായിട്ട് എന്ത് ചെയ്യണം മക്കളെ? മുറിക്കണം. അതിനുശേഷം ഇവയ്ക്കിടയിലാണെങ്കിൽ നോൺ കണ്ടക്റ്റിംഗ് ഗ്ലൂ തേച്ച് ഒട്ടിക്കണം. സോ ഇത് നോൺ കണ്ടക്റ്റിംഗ് ആണ്. ഉണ്ടോ? ഗ്ലൂ ആണ്, പശ തേച്ച് ഒട്ടിക്കാൻ പോവുകയാണ്. ഇത് കണ്ടക്റ്റ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഒരു പ്ലേറ്റിൽ നിന്ന് മറ്റൊരു പ്ലേറ്റിലേക്ക് ആർക്ക് വരാൻ കഴിയില്ല? കറണ്ടിന് വരാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ള ക്ലോസ്ഡ് പാത്തിലൂടെ കറങ്ങാൻ കഴിയുമോ? ഇല്ല. ഈ രീതിയിൽ വിളിക്കുന്ന പേരാണ് ലാമിനേഷൻ എന്ന് പറയും. ലാമിനേറ്റ് ദ കോർ എന്ന് പറയും. സോ കണ്ടിന്യൂസ് ഏരിയയെ ഡിസറപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയാണെങ്കിൽ ചെറിയ പീസുകളായിട്ട് മുറിച്ച് അതിനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഒട്ടിച്ച് വെക്കും. നോൺ കണ്ടക്റ്റിംഗ് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ച് വെക്കും. അതിൻ്റെ ഫലമായിട്ട് കറണ്ടിനാണെങ്കിൽ ക്ലോസ്ഡ് പാത്തിലൂടെ കിടന്ന് കറങ്ങാൻ കഴിയില്ല. അപ്പോൾ ലാർജ് സർഫസ് ഏരിയ ഉണ്ടായിരിക്കില്ല. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എഡി കറണ്ടിനെ ഇല്ലാതാക്കാം. അതിന് മറ്റൊരു രീതിയാണ് കട്ടിംഗ് സ്ലോട്ട് കട്ട് ചെയ്യുകയാണ്. നമ്മൾ വലിയ സർഫസ് ഏരിയയിൽ ചെറിയ സ്ലോട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കറണ്ടിന് ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് വരാനായിട്ട് കഴിയില്ല. അവിടെയാണെങ്കിൽ കറണ്ട് എന്ത് ചെയ്യും? അവിടെ കറണ്ട് മുറിഞ്ഞു മാറിപ്പോവും, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂസ് ഏരിയ ഇല്ലാതായി പോവും. അതിൻ്റെ ഫലമായിട്ട് എഡി കറണ്ട് ഫോമേഷൻ നടക്കുകയില്ല. ഇനി നമുക്ക് കറണ്ടിനെ കുറയ്ക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് പ്ലേറ്റിൻ്റെ റെസിസ്റ്റിവിറ്റി ഉയർത്തുക. പ്ലേറ്റിൻ്റെ റെസിസ്റ്റിവിറ്റി ഉയർത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റിവിറ്റി കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. R which is equal to rho L/A എന്നാണ്. സോ റോ കൂടുന്നതനുസരിച്ച് ആറും കൂടും. അപ്പോൾ 6 കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം I which is equal to V/R ആണ്. 6 കൂടിക്കഴിഞ്ഞാൽ കറണ്ട് അഥവാ എഡി കറണ്ട് കുറയും. സോ ഇങ്ങനെയൊക്കെ നമുക്ക് ആരെ അവോയ്ഡ് ചെയ്യാം? എഡി കറണ്ടിനെ അവോയ്ഡ് ചെയ്യാം. സോ എഡി കറണ്ട് ഒരേപോലെയാണെങ്കിൽ നമുക്ക് ഗുണവും ചെയ്യും, അതുപോലെ തന്നെ ദോഷവും ചെയ്യും. നമുക്കറിയാം ഹീറ്റ് ലോസ് ഉണ്ടാക്കാൻ പ്രധാന കാരണം എന്താണ്? എഡി കറണ്ടാണ്. സോ എഡി കറണ്ട് ഇലക്ട്രിക് എനർജിയെ ഹീറ്റ് എനർജിയായിട്ട് ഡെസിപ്പേറ്റ് ചെയ്ത് കളയും. നമുക്ക് വേണമെങ്കിൽ പലപ്പോഴും ഹീറ്റ് ഉപയോഗിക്കാനും കഴിയും. ഇൻഡക്ഷൻ ഫർണസിൽ ഇത്തരം ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഹീറ്റിനെ യൂട്ടിലൈസ് ചെയ്യാനും കഴിയും. മനസ്സിലായോ? സോ ഇത്രയുമുള്ളൂ നമുക്ക് എഡി കറണ്ടിനെ പറ്റി കേൾക്കാനായിട്ട്. സോ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കോൺസെപ്റ്റും നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.